പതിവ് പോലെ തന്നെ അതിരാവിലെ 8 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞപ്പനുണ്ടായ പിന്നെ എന്നും ഈ സമയമൊക്കെ തന്നെ. 8 മണി എന്ന് പറയുന്നത് കുറച്ച് നേരത്തെയാണ് കേട്ടോ. സാധാരണ 9-9:30 കാരണം അവൻ്റെ രാത്രിയിലെ ഉറക്കമൊക്കെ കണക്കാം. എണീറ്റ് നോക്കിയപ്പോൾ അതാ കാശു ഒരു ഫോണൊക്കെ എടുത്ത് അപ്പുറത്ത് പോയി കിടന്ന് ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ എണീറ്റിരുന്ന് കുറച്ച് നേരം കുഞ്ഞിൻ്റെ കളിയൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ ചൂട് ചായ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. എന്താ സുഖമല്ലേ, കിടക്കപ്പായ ചായ, ആഹാ അന്തസ്. എന്തായാലും തന്ന ചായയൊക്കെ അമ്മയായിട്ട് കഥ പറഞ്ഞ് വഴിയിലേക്കും വായി നോക്കിയിരുന്ന് കുടിച്ചു തീർത്തു കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞപ്പൻ കട്ടിലെ കിടന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പതിയെ അവനെ എടുത്ത് കുറേ നേരം മുറ്റത്തൂടെ നടന്നു. ഇത് എന്നും ഉള്ള പതിവാണ്. രാവിലെ കുറേ കിളികൾ വരും കേട്ടോ. കാരണം ഈ കാപ്പിപ്പഴമൊക്കെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട്. അതൊക്കെ കണ്ട് കുഞ്ഞപ്പൻ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുഞ്ഞുവിനെ എടുത്ത് കുറേ നേരം മുറ്റത്തൂടെ നടക്കും. ആ സമയത്ത് കിളികളുടെ കരച്ചിലും അതുപോലെ തന്നെ കിളികളെയൊക്കെ കണ്ട് അവൻ ഇരിക്കാൻ ഇഷ്ടമാണ്. വലിയ കരച്ചിലൊന്നും ഇല്ലാതെ ഇരുന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ ഞാനും അവനും കൂടെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ കുറേ നേരം നടക്കും. ഇത് അവിടെ തോന്നിടിയാനോ? അപ്പോഴേക്കും കാശുവിൻ്റെ ഗെയിം കളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് പുള്ളി അടുത്ത കലാപരിപാടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നും ഇതാ പരിപാടി മുറ്റത്തിൻ്റെ സൈഡിൽ വന്ന് കുഴി ഉണ്ടാക്കി അവിടെ നിന്നുള്ള മണ്ണെല്ലാം എടുത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് തവിയും മേടിച്ചുകൊണ്ട് വന്ന് കുറേ വെള്ളം എടുത്ത് അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യും. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, കൊച്ചേ നമുക്ക് താഴെ പോകാൻ കുറേ പൂവുള്ളൊരു വീടുണ്ട്, കാശുവിനെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിപ്പോയി. ഇത് ഞങ്ങളുടെ നാട്ടിലെ കമ്പിളി നാരങ്ങാന്നോ ബമ്പിളി നാരങ്ങാന്നോ മറ്റോ പറയൂ കേട്ടോ. പോകുന്ന വഴിക്കുള്ളതാണ്. പിന്നെ കാശിക്കൊരു നേരം പോക്കും കുഞ്ഞിനെ കുറച്ച് കിളികളെ എന്തെങ്കിലുമൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളും പോയി. കാച്ചപ്പൻ ഫ്രണ്ടിൽ ഓടിയിട്ടോ. കാശുവിന് കുറച്ച് വിശാലമായിട്ടുള്ള സ്പേസ് ഒക്കെ കാണുന്ന ഭയങ്കര വെകിളിയാണ്. കാരണം അവിടെ മുറ്റം കുറവാണ്. അതുകൊണ്ട് തന്നെ അവൻ സ്പേസ് കൂടുതലൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഓടിക്കളിക്കും. ഇതാ താഴെ ഞങ്ങൾ കുറേ പൂവൊക്കെ ഉള്ള വീട്ടിൽ ചെന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ പൂവൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഒന്ന് കുറച്ച് പട്ടിഷമൊക്കെ ആകാമെന്ന് വിചാരിച്ച് കുറേ ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്, പക്ഷേ ഒന്നും നടന്നില്ല. കുഞ്ഞൻ ചെറുതായിട്ട് ചിണുങ്ങിയത് കൊണ്ട് ചെറിയൊരു വീഡിയോ ഒക്കെ ആക്കി എടുത്തുകൊണ്ട് ഞങ്ങൾ വേഗം പോന്നു കേട്ടോ. നോക്കിക്കേ, നല്ല രസമില്ലേ. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇത് കുറച്ച് കമ്പൊക്കെ പറിച്ച് വീട്ടിൽ കൊണ്ട് കുത്തിവെക്കും, നല്ല ഭംഗിയുണ്ടെന്ന്. ചെയ്യണം കൊച്ചെന്നൊക്കെ അമ്മയും പറഞ്ഞു. പിന്നെ ഞങ്ങൾ പയ്യെ അതൊക്കെ കണ്ട് കയറി പോന്നു കേട്ടോ. കുഞ്ഞിൻ്റെ ചിണുങ്ങൽ കൂടുന്നതിന് മുന്നേ വീട്ടിലെത്താമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിപ്പോയത്. കുഞ്ഞിൻ്റെ ഉറക്കത്തിനുള്ള സമയമാകുന്നുണ്ട് പെട്ടെന്ന് കയറി പോന്നു. ഇത് നമ്മുടെ പറമ്പിലുള്ളൊരു തെങ്ങാണ് കേട്ടോ. തെങ്ങിൻ്റെ ചോട്ട് തേങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കിവിടെ കാശ് കൊടുത്ത് തേങ്ങയൊന്നും മേടിക്കണ്ട കേട്ടോ. പിന്നെ നേരെ കയറി പോന്നു. കയറി വന്ന വഴിക്ക് തന്നെ കുഞ്ഞിനിറങ്ങി. കുഞ്ഞിനെ ഉറങ്ങിയ പാടെ തൊട്ടി കൊണ്ടൊക്കെ എടുത്ത് അവൻ അപ്പം തന്നെ എണീക്കും. പിന്നെ കുറച്ച് നേരം കുലുക്കി മുറ്റത്തൂടെയൊക്കെ കൊണ്ടു നടന്നു. നല്ല ഉറക്കത്തിലായതിനു ശേഷം മാത്രമേ പുള്ളി തൊട്ടി കിടക്കുള്ളൂ. പിന്നെ നന്നായിട്ട് ഉറക്കിയിട്ട് നേരെ തൊട്ടി കൊണ്ട് കിടത്തി. എന്നിട്ട് അടുത്ത കലാപരിപാടിക്ക് പോകാമെന്ന് വിചാരിച്ച് കാശുവിനെ തപ്പിയപ്പോൾ അതാ കാശു നേരെ വന്ന് കയറ്റം കയറി വന്നതിൻ്റെ ക്ഷീണത്തിലാ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഫോണെ കുത്തിക്കൊണ്ട് കിടപ്പുണ്ട്. പിന്നെ കുഞ്ഞിനെ ഉറക്കി കിടത്തിട്ട് അടുത്ത കലാപരിപാടിയിൽ ഏർപ്പെട്ടു കേട്ടോ. കുറേ കാപ്പിക്കുരുവും, അതായത് കാപ്പിക്കുരുവല്ല കാപ്പിപ്പരിപ്പാണ്, അതും പിന്നെ അടയ്ക്കായും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് സൈഡിൽ വെച്ചിരുന്ന അതെല്ലാം വെയിൽ വന്നപ്പം വെയിലത്തേക്ക് എടുത്ത് വെച്ചു കേട്ടോ. ഇതൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള സാധനങ്ങളാണ്. ഈ പരിപ്പുണ്ടല്ലോ, ഇത് ശരിക്കും കിളികളെ ഈ കാപ്പിപ്പഴം, അതായത് പഴുത്ത കാപ്പിക്കുരു കൊത്തി കൊത്തി നിലത്തിടുന്നതാണ് കേട്ടോ. ആ നിലത്ത് കൊത്തിയിടുന്നത് അമ്മ അടിച്ചു വാരി തെള്ളിയെടുത്ത് ഉണങ്ങാൻ വെക്കുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കൊക്കോയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊക്കോപ്പഴം അതിൻ്റെ വെള്ളമൊക്കെ ഊറാൻ വെച്ചിരുന്നത് അല്ലേ, ആ വെള്ളം ഊറാൻ വെച്ചിരുന്നത് നമ്മളിന്ന് കെട്ടഴിച്ച് അതും വെയിലത്തിട്ട് ഉണങ്ങാനിടുന്നുണ്ട്. എൻ്റെ ഇന്നത്തെ ക്യാമറാമാൻ കാശുവാണ് കേട്ടോ. അതേണ്ട അവിടെ നിഴലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കാപ്പിക്കുരുവൊക്കെ ഉണങ്ങാനിട്ടു. പിന്നെ ഞാനൊരു സാധനം കാണിക്കാവേ. അതായത് അങ്ങേമല, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കാണുന്ന ഒരു അങ്ങേമലയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കുരങ്ങ് വന്നു എന്ന് പറഞ്ഞില്ലേ, അത് ആ മലയിൽ നിന്നാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെ കാട്ടുപോത്തിറങ്ങി ആ ഭാഗത്തൊരു കാട്ടുപോത്തിനെയൊക്കെ കൊന്നിട്ടുണ്ടായിരുന്നു. ഒരു ഏകദേശം 2010-ലൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ 2-3 പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അമ്മേനെ ചെറുതായിട്ടൊന്ന് സഹായിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാത്രമൊക്കെ കഴുകിക്കൊണ്ട് വന്നു. അവിടെയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു കാപ്പിക്കുള്ള പണി നോക്കാമെന്ന്. പിന്നെ അമ്മ മുട്ടയൊക്കെ പൊരിക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു. കാരണം എനിക്ക് രാവിലെ എന്നും ചോറ് വേണം കേട്ടോ. എന്തുണ്ടാക്കിയാലും ചോറ് തിന്നില്ലെങ്കിൽ എനിക്ക് എന്തോ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മ രാവിലെ എനിക്ക് ചോറിനുള്ള കറിയൊക്കെ റെഡിയാക്കി വേഗം മുട്ടയൊക്കെ ഓംലേറ്റ് അടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. അമ്മ മുട്ടയൊക്കെ റെഡിയാക്കിയപ്പോഴത്തേക്കും ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച്, ഇവിടെ ഗ്യാസിൻ്റെ പരിപാടിയൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വേഗം മുട്ടയൊക്കെ പൊരിച്ചു കേട്ടോ. കാശിക്കുള്ളതും എനിക്കുള്ളതും സെപ്പറേറ്റ് വേണം. കാശിക്ക് മുളകൊന്നും ഇടാൻ പറ്റില്ല, എനിക്ക് മുളകൊന്നും ഇട്ടില്ലെങ്കിൽ ഞാൻ തിന്നത്തുമില്ല. തിന്നും, പക്ഷേ എന്നാലും ചില നേരത്തൊരാഗ്രഹമാണ്. എന്തായാലും മുട്ടയൊക്കെ പൊരിച്ചു. തിരിച്ചിടുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ആഹാ അന്തസ്, സംഭവത്തിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. പിന്നെ നേരെ തീറ്റയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞപ്പൻ എണീക്കുന്നതിന് മുന്നേ കഴിക്കണം ചോറും ചെറുപയർ തോരനും മുട്ട പൊരിച്ചതും അച്ചാറുമായിരുന്നു കേട്ടോ കറി. എന്തായാലും രാവിലെ ഇച്ചിരി ചൂട് ചോറ് വയറ്റിലേക്ക് ചെന്നില്ലെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തായാലും വഴിയിൽ പോയിരുന്ന്, അതായത് വഴിയിലേക്ക് വായി നോക്കിയിരുന്ന് തിണ്ണേ പോയിരുന്ന് തന്ന ചോറൊക്കെ അന്തസ്സായിട്ട് കഴിച്ചിട്ട് എണീറ്റു കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ കുഞ്ഞപ്പൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു.
കുഞ്ഞിനെ പോയി അമ്മ എടുത്തു. അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, കൊച്ചേ കഴിഞ്ഞ ദിവസം പറിച്ച് വെച്ച കാപ്പിക്കുരു നിരത്തണം, നല്ല വെയിൽ വന്നിട്ടുണ്ടെന്ന്. പിന്നെ നേരെ കാപ്പിക്കുരു ഉണങ്ങാനിട്ടു കേട്ടോ. ഇത് 12 കൊല്ലങ്ങൾക്ക് ശേഷം ഇത് ചെയ്യുമ്പോൾ ഇതൊക്കെ രസമുണ്ട്. പണ്ടൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ കൊച്ചേ കാപ്പിക്കുരു ഒന്ന് നിരത്താവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ദേഷ്യം വരുമായിരുന്നു. അന്ന് ഇത്രയൊന്നും ആയിരുന്നില്ല കേട്ടോ. അന്ന് ഒരുപാട് കാപ്പിക്കുരു ഉണ്ടായിരുന്നു. വലിയ ടാർപ്പയിലൊക്കെ വിരിക്കാൻ പാകത്തിന് ഒത്തിരി കാപ്പിക്കുരു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വെട്ടിക്കളഞ്ഞു. അതിൻ്റെ ബാക്കി പത്രം കുറച്ച് നിൽക്കുന്നത് മാത്രമാണിത്. പിന്നെ നേരെ കുഞ്ഞിനെ വാതിക്കലേക്ക് കളിക്കാൻ കിടത്തിട്ട് ഞാനും അവിടെ കുഞ്ഞിനുമായിട്ട് കഥയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അടുത്തത് ഉച്ചക്കത്തേക്കുള്ള ഫുഡിങ്ങിനുള്ള കലാപരിപാടി തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അമ്മയ്ക്ക് കപ്പളവും കുമ്പളവും പയറും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, സ്വന്തം കൃഷി. അതുകൊണ്ട് തന്നെ പച്ചക്കറി ഒന്നും തന്നെ ഇവിടെ നിന്ന് മേടിക്കേണ്ട, നല്ല ഫ്രഷ് ആയിട്ടുള്ള വിഷമൊന്നുമില്ലാത്ത സാധനങ്ങളാണ് കൂടുതലും അമ്മയുടെ പച്ചക്കറി ഉണ്ടാക്കുന്നത്. കുക്കുവിനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന നേരത്തെ അമ്മ വേഗം തന്നെ അതെല്ലാം ചെത്തി അതിൻ്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ അതിന് ഒതുക്കി ചേർക്കാനുള്ള തേങ്ങയും അതുപോലെ തന്നെ ജീരകവും മഞ്ഞളും ഉള്ളിയും മുളകും എല്ലാം എടുത്തിട്ട്, നമ്മുടെ കാന്താരിയൊക്കെ ആണെങ്കിലും നമ്മുടെ പറമ്പിൽ തന്നെയുള്ള സാധനങ്ങളാണ്. മിക്സിയിൽ അരച്ചൊന്നുമല്ല. അമ്മ പറഞ്ഞു മിക്സിയിൽ അരക്കുന്നതിലും ടേസ്റ്റ് കൊച്ചെ എപ്പോഴും കല്ലിൽ അരച്ച് കറി വെക്കുന്നതാണ്, അതുകൊണ്ട് നമുക്ക് കല്ലിൽ ഒതുക്കി എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ വേഗം തന്നെ കല്ലിൽ ഞങ്ങൾ അരപ്പൊക്കെ ഒതുക്കി എടുത്തു കേട്ടോ. അപ്പോഴേക്കും ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയൊക്കെ ഇട്ട് അതിൻ്റെ അകത്തേക്ക് അമ്മ അരച്ചുകൊണ്ട് വന്ന് അരപ്പും കൂടി ഇട്ട് മൂപ്പിച്ചെടുത്തു കേട്ടോ. അരപ്പ് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ച നല്ല കപ്പളങ്ങ ഉണ്ടല്ലോ, ആ കപ്പളങ്ങയും കൂടെ അതിലേക്ക് ഇട്ടു. അതിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് പൊത്തി വെക്കുക എന്ന് പറയൂ കേട്ടോ. എല്ലാം ഇളക്കി ഇങ്ങനെ പൊത്തി നല്ല അടപ്പം വെച്ച് മൂടി വെച്ചു. അത് ചെറിയ തീയിലിരുന്ന് ആവിക്കരുന്ന് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും സമയം 2 മണിയാവാറായിട്ടുണ്ടായിരുന്നു. വയറ്റിൽ വിശപ്പിൻ്റെ വിളി നല്ലപോലെ വന്നു. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചൂട് ചോറും ചൂട് കപ്പളങ്ങാത്തോരനും ഉണക്ക മീനും മുളക് സമ്മന്തിയും അച്ചാറുമാണ് കേട്ടോ. അമ്മയുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് മുളക് സമ്മന്തി. ഇതൊരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ, പക്ഷേ സംഭവം സൂപ്പറാണ്. അതായത് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് സവാള ഇട്ട് വഴറ്റി മുളകും ഇട്ട് ചൂടാക്കി ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങായും അതിൻ്റെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വറ്റിച്ചെടുക്കുന്നതാണ് കേട്ടോ സംഭവം തൊട്ട് കൂട്ടാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഫുഡിങ്ങും കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം സംസാരിച്ചിരുന്നു. അപ്പോഴത്തേക്കും ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിലൊക്കെ ആറി. അപ്പോഴത്തേക്കും ഈ ഉണങ്ങാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം പെറുക്കി നമ്മൾ ഒതുക്കി വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ രാത്രിക്ക് വല്ല മഴയോ അല്ലെങ്കിൽ വെളുപ്പിനെയുള്ള മഞ്ഞോ ഒക്കെ കൊണ്ടുകഴിഞ്ഞാൽ വീണ്ടും അത് നനഞ്ഞു പോയില്ലേ. അപ്പോൾ കുഞ്ഞിന് എണീറ്റതുകൊണ്ട് അമ്മേനെ സഹായിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാനും കുഞ്ഞിനും കൂടെ വെറുതെ അമ്മ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി നിന്നു. അമ്മ പിന്നെ വേഗം നിലത്ത് പോയ കാപ്പിക്കുരുവൊക്കെ പെറുക്കി നല്ല വൃത്തിയായിട്ട് ഷീറ്റ് മടക്കി വെച്ചു കേട്ടോ. അമ്മ കാപ്പിക്കുരുവൊക്കെ മടക്കി ഷീറ്റൊക്കെ മടക്കി അവിടെ തന്നെ മുറ്റത്ത് തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഷീറ്റ് ആയതുകൊണ്ട് മഴയൊന്നും പെയ്ത് കഴിഞ്ഞാൽ നനയത്തില്ലല്ലോ. കാരണം നാളെ വെയിൽ വരുമ്പോൾ ഇത് ഉണങ്ങുന്നോടം വരെ അവിടെ തന്നെ വിരിച്ചിടാനുള്ളത്. അപ്പോൾ പിന്നെ മാറ്റിയൊന്നും വെച്ചില്ല. അപ്പോൾ ഇത് ഈ വർഷത്തെ എൻ്റെ അവസാന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.